കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, തെരണ്ടി, ഫിലോപ്പിയ, കണവ. നീ കാര്യം മാത്രം ഇവിടെ മിണ്ടി പോരുത്. എനിക്ക് വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം? എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. എന്താ ഈ സിന്ധു നദീതര സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ അടുത്ത ആളെ വിളിക്കുന്നു. നീ മാത്തച്ഛൻ ഒരു ദിവസം ഞാൻ ഇതെടുത്ത് വെള്ളത്തിലിടും. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ അരമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നത്? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്ത് നോക്കി പറയുന്നത് എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ട ഇതും നോക്കിയിരിക്കുക. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇതിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ. അല്ലടാ, പോക്കറ്റിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞേ. കാശാന്നോ? അല്ല, ദേ ഇതാ. നേരി കുഞ്ഞ് കാണണ്ട. എന്നെ ചേച്ചി ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ നേരിളമയ്ക്ക് പകരം പരീക്ഷയ്ക്ക് വരല്ല. നാണോ ഇല്ലല്ലോ മനുഷ്യൻ നിങ്ങക്ക്? അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. ഫോട്ടോ വേണ്ടായോ? കുടുംബകലം ഉണ്ടാക്കിയല്ലോ.